പിന്നെ നമ്മളെ ഡൽഹി മണാലി യാത്രയുടെ ഡേ 2 രാവിലെ നീച്ചെങ്ങനെ കേൾക്കുന്നത് ഇതാണ്. എവിടെ നോക്കിയാലും ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ, വടാപ്പാവ് വടാപ്പാവ് വടാപ്പാവ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നോർത്ത് ടച്ച് ചെയ്ത് തുടങ്ങി. എനിക്ക് കുറച്ച് വൃത്തിപ്പെടുപ്പുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നിക്കൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ പല്ലട തേച്ചു. ആദ്യമായിട്ട് ട്രെയിനിൽ നിന്ന് കട്ടൻ കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് കൂടാണ് പറഞ്ഞു. ഒരു പ്രതീക്ഷയില്ലാതെ കഴിച്ചെങ്കിലും സംഭവം അടിപൊളിയായി. ആ സുലൈമാനും കൂടി കുടിച്ചപ്പോ രാവിലത്തെ ഫുഡ് റാഹത്തായി. എന്താ മുട്ടായി തെരുവ് മാർക്കറ്റോ നല്ല മധുരം എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. എന്താ അവസ്ഥ എന്ന് പറയണമെങ്കിൽ എന്റെ ഫേസിൽ എക്സ്പ്രഷൻ നോക്കിയാൽ മതി. ഇവര് പിന്നെ രാവിലെ കഴിക്കാനുള്ള ഫുഡും വീട്ടിൽ നിന്ന് പാർസൽ കൊടുത്തിരുന്നു. എന്തൊരു സ്നേഹമുള്ള കോർഡിനേറ്റർ, എല്ലാരെ കൊണ്ടും നല്ല കഴിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഓൻ കഴിക്കണില്ല. ആ 32 കൊല്ലം കാട്ടിയിട്ടുള്ള ഇളി കണ്ടാലറിയാം ചായ പാളിക്കണമെന്നുള്ളത്. ഇത് കണ്ട ആരും തെറ്റിദ്ധരിക്കരുത്, രാവിലത്തെ കുളി കുടിക്കാൻ പറഞ്ഞതാണ് എല്ലാവരും. ഇവര് കളിക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഇവർക്ക് ആർക്കും ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ല. എന്തൊരു സ്നേഹമുള്ള കുട്ടികൾ, എത്ര മനോഹരമായ ആചാരം. മലയാളം എനിക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടായതുകൊണ്ട് ഇടക്കിടക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. മിസ്സുമാരടക്കം ബസ് ഓടിച്ച് കളിക്കേണ്ട പ്രായമായതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടികളെന്തായാലും ഫുൾ ഓൺ ഫുൾ പവറാണ്. നമ്മൾ ചെറുതായിട്ട് ഓലപ്പാട് കൂടി കൊടുത്തു വൈബാകാനെ. ഏത് പട്ടലുകൾ എന്നുള്ള രീതിയിലാണ് ബായ്മാരെ നോട്ട്. ആപ്പിളിന് വേണ്ടി തല്ലുടനാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ബർഗറും സമൂസയൊക്കെ ഉണ്ടോ ഈ ഇരിക്കുന്നത്. രാവിലത്തെ ബ്രെഡ് ഓംലേറ്റ് അടിപൊളിയായതുകൊണ്ട് തന്നെ വൈകുന്നേരം നമ്മൾ എല്ലാവർക്കും ബ്രെഡ് ഓംലേറ്റ് ഓർഡർ ചെയ്തു. എന്താ വയറ്റിൽ കൊക്കപ്പുഴും ഉണ്ടോ? എന്തവർക്ക് പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന പണി ഹറാം ഹറാം. ഞാൻ മണവാളൻ. അങ്ങനെ ഞാൻ ഇന്നൊരു പഴം തിന്ന് ഇന്നത്തെ കോട്ട അവസാനിപ്പിച്ചു. ചെറുതായിട്ടൊരു പനി ജലദോഷം ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് മരുന്ന് കഴിക്കരുതിരുന്നു. അതും കുടിച്ച് ഞാൻ കിടക്കാൻ നോക്കി. നാളെ രാവിലെ നമ്മളെന്തായാലും ഡൽഹിയിലെത്തും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.